തിരുവോണ ദിവസത്തിലെ ഒരു സമര വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഓണറേറിയം വർധന ആവശ്യപ്പെട്ട ആശാ വർക്കേഴ്സ് ഇന്നും തിരുവോണ നാളിലും സമരമായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സമരം നാളെ 7 മാസം പിന്നിടുകയാണ്. ആവശ്യങ്ങൾ പരിഗണിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ് സമരക്കാർ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ഓണം ആഘോഷിക്കുന്നു. പക്ഷേ ഈ സ്ത്രീകൾ ഇന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ്. സമരം 7 മാസത്തിലേക്ക് അടുക്കുന്നു. സർക്കാർ ഇത് ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓണദിവസം പൂക്കളമിട്ടും ഓണസദ്യ കഴിച്ചും ആശാ വർക്കേഴ്സ് ഓണമാഘോഷിച്ചത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ. ആശമാർ സർക്കാരിന് ഓണാശംസകൾ നേരുന്നു. ഇനിയെങ്കിലും നീതി വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഓണദിവസം പോലും കുടുംബത്തിനൊപ്പം ചേരാൻ കഴിയാത്തത് ഗതികേടെന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ മുഴുവൻ മന്ത്രിമാർക്കും ഞങ്ങൾ ആശാവർക്കർമാരുടെ മുഴുവൻ ഓണാശംസകളും. ഓണനാളിലും സമരം തുടരുകയാണ്. ഇത് സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓണസദ്യയാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തര നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ഞങ്ങളുടെ ആഘോഷ ദിവസങ്ങളെല്ലാം തെരുവിൽ തന്നെ ആയിരിക്കുന്നു എന്നുള്ളത് സർക്കാരിൻ്റെ മാത്രം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിന് മാത്രമാണ്. സമൂഹത്തിന്റെ വിവിധ കോണിൽ നിന്ന് സമരക്കാർക്ക് പിന്തുണയേറുന്നുണ്ട്. ഓണനാളിൽ ചാണ്ടിയുമ്മൻ MLA, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ സമരപ്പന്തലിൽ ഐക്യദാർഢ്യവുമായി എത്തി. 7 മാസം, നാളെ 7 മാസം ആവുകയാണ്. 7 മാസമായിട്ട് വിഷു ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ അവരിന്ന് ഈ ഓണത്തിന് ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഒന്ന് പിന്തുണയ്ക്കേണ്ട ആവശ്യം. കാരണം നമ്മളെല്ലാം ഒരിക്കലും വീടിന് പുറത്ത് പോയി ഓണം ഉണ്ണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഞാനെൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ, നമുക്കെല്ലാം അങ്ങനെ. അപ്പോൾ അവർക്കും ആഗ്രഹം തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ തിരുവോണത്തിൻ്റെ അന്ന് തന്നെ ഇവിടെ ഞങ്ങൾ ഒരുക്കണം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പെൻഷൻ നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നിവ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഇന്ന് 209ാം ദിവസത്തിലാണ്. റോഡ് ഉപരോധവും പട്ടിണി സമരവും ഒന്നും സമരത്തിനെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചില്ല. വിഷുക്കാലത്ത് കണിയൊരുക്കിയും പൊങ്കാലയിട്ടും ഈ ഓണക്കാലത്ത് തെരുവിൽ സദ്യ കഴിച്ചും അവർ പ്രതിഷേധിക്കുന്നു. ഞങ്ങളെല്ലാവരും വീട്ടമ്മമാരാണ്, കുഞ്ഞുങ്ങളും ഭർത്താക്കന്മാരൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഞങ്ങൾക്ക് ഈ തെരുവിൽ ഓണം ഉണ്ണേണ്ട ഗതികേടാണ് വന്നത്. ഓണമാണ് എങ്കിൽ തന്നെ വിഷമമുണ്ട്, എന്നാൽ സന്തോഷമുണ്ട്. സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഞങ്ങൾ ഈ തെരുവോരത്ത് ഇരിക്കേണ്ട ഒരു ഇതല്ല. നമുക്ക് വീടുകളിൽ മക്കളും ഭർത്താവും കുടുംബമായിട്ട് ഓണം ഉണ്ണേണ്ട ഒരു ദിവസമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഈ സാഹചര്യത്തിൻ്റെ ഇതിൽ ഇന്ന് ഇവിടെ നിന്ന് തെരുവോരത്ത് നിന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരു ഇതാണ് ഈ വർഷത്തെ ഓണം നമ്മൾ കൊണ്ടാടി. അങ്ങനെയാണ്. ആദ്യം അവഹേളിച്ചു, തള്ളിപ്പറഞ്ഞു. പിന്നീട് വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം നിലപാടെന്നായിരുന്നു സർക്കാരിന്റെ ഭാഗം. എന്നാൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും സർക്കാരിന് യാതൊരു അനക്കവുമില്ല. സമരം തീർക്കണമെന്ന ആലോചന പോലുമില്ലെന്ന് തോന്നിപ്പോകുന്നു. സമൃദ്ധിയുടെ കാലം വരുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതെപ്പോൾ എങ്ങനെയെന്നത് യാതൊരു നിശ്ചയവുമില്ല. ഈ സ്ത്രീകളെ ഇങ്ങനെ തെരുവിലിരുത്തുന്നത് അനീതിയാണ്. മേഘ്ന മുരളി, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.